നമ്മളിൽ ഏറെക്കുറെ എല്ലാവരും തന്നെ ഷോവനിസം എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ പല കാര്യം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് ചരിത്രമായി എങ്ങനെ ബന്ധപ്പെട്ടത്, എന്താണ്, യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. അത് അതിന് അങ്ങനെ സ്വഭാവം നമ്മളിൽ പലർക്കും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് നമുക്കറിയാം, വിശ്വപ്രസിദ്ധനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സൈനികനായിരുന്ന നിക്കോളോ ഷോമിൻ എന്ന വ്യക്തിയുടെ പേരിൽ നിന്നുമാണ് ഈ പ്രയോഗം ലോകത്താകമാനം ബാധിച്ചത്. സ്വന്തം വർഗത്തിനെ കുറിച്ച് സംഘത്തിലേക്കുള്ള ഉള്ളവരെല്ലാം തന്നെ വളരെ ശക്തരും സദ്ഗുണരുമാണെന്നും അത് അവർക്ക് അതിന് പുറത്തുള്ളവരല്ല, മറ്റ് തൻ്റെ മതം, തൻ്റെ രാജ്യം, തൻ്റെ വർഗം, തൻ്റെ സംഘടന മാത്രം മികച്ചതെന്നും ബാക്കിയൊന്നും ശരിയല്ലെന്നും സ്വയം പൊങ്ങിയായി പറയുന്നവരെ എല്ലാം ചേർത്ത ഒരു പ്രയോഗമാണ് ആധുനിക കാലത്തെ ഷോവനിസം. മിതമായ ദേശസ്നേഹം, ദേശഭക്തി, ദേശീയത പറയുന്നവരൊക്കെ ഒരു തരത്തിൽ ഈ ഷോവനിസ്റ്റുകളാണ്. 1935 ക്ലിഫോർഡ് ഒഡോറ്റസ് എന്ന ഒരു നാടകക്കാരൻ തൻ്റെ നാടകത്തിലെ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന പദമാണ് ആദ്യമായി മെയിൽ ഷോവനിസം, പിന്നീട് ഫീമെയിൽ ഷോവനിസം, പൊളിറ്റിക്കൽ ഷോവനിസം എന്നെല്ലാം പല തരത്തിൽ വ്യാപിച്ചുവെങ്കിലും ചരിത്രപരമായി പറയട്ടെ, നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കേവലം ഒരു സൈനികൻ മാത്രമായിരുന്ന നിക്കോളോ ഷോമിൻ എന്ന വ്യക്തിയുടെ വിചിത്രമായ സ്വഭാവം, താൻ എപ്പോഴും ആരോടെങ്കിലും കണ്ടാൽ തൻ്റെ വർഗം, തൻ്റെ കുടുംബം, തൻ്റെ ഗോത്രങ്ങൾ ഏറ്റവും നല്ലതാണെന്ന് പറയുന്ന സ്വയം പൊങ്ങികളൊക്കെ കാണുമ്പോൾ ഓർക്കണം, ഇവരൊക്കെ ഒരു തരം ഷോവനിസ്റ്റുകളാണ്. ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ ഷോവനിസം കൂടുതലാണ്. തൻ്റെ സംഘങ്ങൾ ഇന്ത്യക്കാരായ ഞങ്ങൾ മാത്രം മികച്ചവരാണെന്നും മറ്റു രാജ്യക്കാരും ഒന്നും അല്ല എന്ന് സ്വയം പറയുമ്പോൾ ഓർക്കണം, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ ഓരോ വർഷവും തങ്ങളുടെ ഇവിടുത്തെ പൗരത്വം ഉപേക്ഷിച്ച് മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ചേക്കേറാൻ കാരണം ഈ ഷോവനിസ്റ്റുകളുടെ എണ്ണം കൂടിയോണ്ടാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷോവനിസം ഉപേക്ഷിച്ചിട്ട് നിങ്ങളായത്, ഇന്ത്യക്കാരായതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ഈ ഇവിടുത്തെ പാരമ്പര്യമല്ല, മറിച്ച് വിദേശികൾ നമുക്ക് നൽകിയ പല മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളെ ആധുനികവൽക്കരിക്കപ്പെട്ടതെന്ന് മറക്കരുത്. അതുകൊണ്ട് ഷോവനിസം ഉപേക്ഷിക്കുക, നമ്മൾ വിജയത്തിലേക്ക് പുതിയ വഴികൾ തേടി പോവുക.